വെൽക്കം ബാക്ക് ടു മൈ കറി വേൾഡ്. കുറച്ച് ബ്രെഡ് കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒരു ബ്രെഡ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു നല്ല ക്രീമി ഗാർലിക് ബ്രെഡിൻ്റെ റെസിപ്പിയാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റാണ് ഇതിൻ്റെ. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഒട്ടും താമസിക്കാണ്ട് തന്നെ നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. അതിന് നമുക്ക് ആവശ്യമുള്ളത് കുറച്ച് ബ്രെഡ് ഇതുപോലെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബ്രെഡ് പീസസ്. ഇനി നിങ്ങൾക്ക് വീറ്റ് ബ്രെഡിൽ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. വൈറ്റ് ബ്രെഡ് തന്നെ എടുക്കണമെന്നില്ല. ഇതിപ്പോൾ ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കി ക്യൂബായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ വറുക്കാനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടാട്ടോ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്തെടുത്താൽ മതി എന്ന് മാത്രമേ ഉള്ളൂ. ഞാനൊരു പാന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിൽ എണ്ണയും ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഇത് ഈ ക്യൂബ്സ് എല്ലാം അതിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്യാം. ആദ്യം നന്നായി ഇങ്ങനെ ഇളക്കരുത്, പെട്ടെന്ന് പൊടിഞ്ഞു പോവും. അപ്പോൾ മെല്ലെ സൈഡിൽ നിന്ന് ഇങ്ങനെ തള്ളി കൊടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് മെല്ലെ ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ ഒന്ന് ചൂട് കയറുമ്പോൾ അതൊന്ന് ബലം വയ്ക്കും. അപ്പോൾ പിന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ എളുപ്പമാണ്. കണ്ടോ, ഇങ്ങനെ ഒന്ന് മെല്ലെ ചെയ്ത് കൊടുത്താൽ മതി. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട്. അതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ബെൽ ബട്ടണും കൂടി അമർത്താൻ മറക്കരുത്. അപ്പോൾ ഞാൻ ഇടുന്ന എല്ലാ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. കണ്ടോ, നമ്മളുടെ ബ്രെഡ് ക്രംസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്കിത് മാറ്റി വയ്ക്കാം. അതിലെ പൊടികളൊന്നും എടുക്കണ്ട കേട്ടോ. അടിയിൽ എന്തായാലും പൊടികളുണ്ടാവും, അത് മാറ്റാം കേട്ടോ. ഇപ്പം ഞാൻ അതേ പാനിലേക്ക് തന്നെ കുറച്ച് ബട്ടർ ഇട്ടു. 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ടു. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഗാർലിക്കാണ് കേട്ടോ ചേർക്കണത്. നിങ്ങൾക്ക് ഫൈനായിട്ട് ചോപ്പ് ചെയ്താലും മതി, നല്ല ഫൈനായി ചോപ്പ് ചെയ്താലും മതി. അത് ഇതിലേക്ക് ചേർത്ത് ഒന്ന് അതിൻ്റെ പച്ചമണം മാറണ വരെ ഒന്ന് വറുത്തെടുക്കുക. ഇപ്പോൾ അതിലേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂൺ ക്രഷ്ഡ് ചില്ലിയാണ് ചേർത്തിരിക്കുന്നത്. നിങ്ങളുടെ അടുത്ത് അതില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. എരിവെല്ലാം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചാട്ടോ, അതിനും കുറച്ചും ചേർക്കാം. അപ്പോൾ അതിലേക്ക് കുറച്ച് മല്ലിയില ഞാൻ ചെറുതായി ചോപ്പ് ചെയ്തിട്ട് ചേർത്തു. നമുക്കൊന്ന് മൂക്കണം വരെ ഒന്ന് വറുത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും. ബ്രെഡിൽ ഉപ്പുള്ളതാണ്, അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിച്ചിട്ട് ഉപ്പിടണം. കുറച്ച് ഞാൻ ഈ മസാലയിലേക്ക് മാത്രം വേണ്ടിയിട്ടുള്ള ഉപ്പ് ഇട്ടിട്ടുള്ളൂ. എല്ലാം കൂടി ഒന്ന് ചേർത്തു. അപ്പം നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ആ സമയത്ത് പാകമായിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ബ്രെഡ് പീസസ് അതിലിട്ട് കൊടുത്ത് നമുക്കിതെല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് എല്ലാ മസാലകളും ഒന്ന് പിടിക്കണം. അപ്പോൾ നമ്മളേക്ക് നന്നായിട്ട് ഇതെല്ലാം ചേർത്തിട്ടുണ്ട്. 1 മിനിറ്റ് നേരം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇപ്പം നമ്മുടെ ബ്രെഡ് ആയിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇപ്പം ഞാൻ വേറൊരു പാൻ എടുത്ത് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടറും 1 ടേബിൾ സ്പൂൺ മൈദയും ചേർത്തു. ഇപ്പോൾ നമുക്കതൊന്ന് ഇളക്കി യോജിപ്പിക്കാം. നമ്മുടെ മൈദയെല്ലാം ബട്ടറിൽ കിടന്നൊന്ന് ഫ്രൈ ആവട്ടെ. അപ്പം നമ്മുടെ മൈദയെല്ലാം ബട്ടറിൽ കിടന്നൊന്ന് മൂത്ത് തുടങ്ങിയിട്ടുണ്ട്. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ സമയത്ത് 1 ടേബിൾ സ്പൂൺ ഇതുപോലെ തന്നെ ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഗാർലിക്ക് ഞാൻ അതിലേക്ക് ചേർത്തു. നമുക്ക് വെളുത്തുള്ളി നന്നായി ഒന്ന് ചേർത്തിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. അതിൻ്റെ ഒന്ന് പച്ചമണം നന്നായി മാറണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഗാർലിക്കൊക്കെ നന്നായിട്ട് മൂത്ത് തുടങ്ങിയിട്ടുണ്ട്. നല്ല മണം വരുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ തന്നെ ബട്ടറും മൈദയും എല്ലാം മൊരിഞ്ഞ് മണം വരുന്നുണ്ട്. അപ്പോൾ ഈ സമയത്തേക്ക് ഞാൻ 1 കപ്പ് പാല് അതിലേക്ക് ചേർത്ത് കൊടുത്തു. നമുക്ക് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. ആ മൈദ എല്ലാം അതിൽ നന്നായി മിക്സ് ആവണം. കട്ടകളൊന്നും വരാണ്ട് നമ്മൾ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നന്നായിട്ട് അതിലെല്ലാം യോജിച്ച് വന്നിട്ടുണ്ട്. ഒന്ന് തിളച്ച് വരട്ടെ പാല്. കുറച്ച് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ ഒറിഗാനോ പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഓപ്ഷണലാണ് കേട്ടോ. ഇതിന് പകരം നിങ്ങളുടെ അടുത്ത് ഇല്ലെങ്കിൽ പെപ്പർ പൗഡറും ചേർത്ത് കൊടുക്കാം. പെപ്പറും ബട്ടറും കൂടി നല്ലൊരു മണമാണ്. അപ്പോൾ ഒറിഗാനോ പൗഡർ ഞാൻ ചേർത്ത് കൊടുത്ത് കുട്ടികൾക്കുള്ളതല്ലേ, അപ്പോൾ നല്ലൊരു മണം വരുമ്പോൾ അവർക്ക് നല്ല ഇഷ്ടമാണ്, അതുകൊണ്ട് ചേർത്താണ്. ഈ സമയത്ത് നിങ്ങൾക്ക് ചീസും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ കണ്ടോ, നമ്മളുടെ ക്രീം ഇവിടെ സ്മൂത്ത് ആയിട്ടുണ്ട്, നല്ല തിക്കായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ക്രീം ഇവിടെ റെഡി ആയിട്ട് നമുക്ക് മാറ്റി വെച്ച ബ്രെഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ അടിപൊളിയായിട്ടുള്ള നമ്മുടെ ക്രീമി ഗാർലിക് ബ്രെഡ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. എത്ര എളുപ്പത്തിൽ ഉണ്ടാക്കിയില്ലേ. വളരെ ഈസിയാണ്. ബ്രെഡ് എല്ലാവരും വീട്ടിൽ കാണും, അതുകൊണ്ട് എളുപ്പത്തിൽ എല്ലാവരും തയ്യാറാക്കി നോക്കുക. എന്നിട്ട് സജഷൻസ് എല്ലാം കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ഇനിയും നിങ്ങളുടെ സപ്പോർട്ടുകൾ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു.
സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. എൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി അടിക്കുമ്പോൾ ഞാൻ ഇടുന്ന എല്ലാ റെസിപ്പികളും നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാ സജഷൻസും എനിക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. നിങ്ങളുടെ കമൻറ്റ്സ് എല്ലാം ഞാൻ വായിക്കുന്നുണ്ട്. നല്ല മോട്ടിവേഷനാണ് എനിക്ക് തരുന്നത്. ഇതുപോലെയുള്ള എളുപ്പത്തിൽ പുതിയ പുതിയ വിഭവങ്ങളായി വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. ബൈ ബൈ.